നമ്മളെ കണ്ണൂർ ജില്ലയിലൊരു കിടിലൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ന് തൊട്ട് ഞാൻ പറയൂ ഇതാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമ്മൂട്ടൻ വ്ളോഗ്സ്. ഇന്നെന്താ ഇങ്ങനെ ഒരു ഇൻട്രോ എന്ന് വെച്ചാൽ വെറുതെ ഞാൻ നിജിലിനോട് പോലും പറഞ്ഞില്ല, വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആരോടും ഇങ്ങനെ പറഞ്ഞില്ല, ജസ്റ്റ് എനിക്കൊരു മനസ്സ് തോന്നി. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കി, രസമുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല, ഞാൻ ഇതുവരെ കേട്ട് നോക്കിയിട്ടില്ലേ. പിന്നെന്താ, ഞാൻ നിജിലുണ്ട് ഇപ്പുറത്ത്. നമ്മൾ ഒരു അമ്പലത്തിൽ പോകുന്നത് മാമാനത്ത്. അത് മാത്രമല്ല, അമ്പലം കൂടാണ്ട് ഒരു കിടുക്കാച്ചി എന്നെല്ലാം വെച്ചാൽ കിടുക്കാച്ചി സ്ഥലം 3 പാർട്ടായിട്ടാണ് വരുന്നത്. അതായത് വീഡിയോ അല്ല, ആ സ്ഥലം. ഫസ്റ്റ് ഒരു വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടം, പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ അതന്നെ ഒഴുകി വരുന്നത് വേറൊരു വെള്ളച്ചാട്ടം, പിന്നെ ഒരു വലിയൊരു കുണ്ടും. കുണ്ട് എന്ന് കേട്ടാലോ ഈ ഒരു സ്ഥലത്തിൽ എല്ലാവർക്കും ഒന്ന് തിരിഞ്ഞിട്ടുണ്ടാവും. ഉരുളിക്കുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. സെറ്റ് വൈബായിരിക്കും. പിന്നെ നമ്മൾ ഇപ്പോൾ ഏകദേശം ഇനി 8-9 കിലോമീറ്റർ ഇല്ല ഇനി മാമാനത്ത് അമ്പലത്തിലേക്ക്. അവിടെ നിന്ന് ജസ്റ്റ് കയറി പറിച്ച് പിന്നെ നേരെ ആടത്തേക്ക് സ്പോട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മളിനി അമ്പലത്തിലേക്കല്ലേ പോകുന്ന കാഴ്ചകളാണ്. നമ്മൾ ചെറിയ ചെറിയ കാഴ്ചകളാണ് ഷൂട്ട് ചെയ്ത് വീഡിയോ പരമാവധി ലെങ്ത്ത് കുറച്ചിട്ട് കാണിക്കാൻ ശ്രമിക്കും. എന്തായാലും പിന്നെ കാഴ്ചകളിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഉള്ളത് പിന്നെ പെരുമണ്ണിൽ ഒരു ആക്സിഡൻറ്റ് നടന്നില്ലേ, ആ ആക്സിഡൻറ്റിലെ സ്ഥലത്തായിട്ടായില്ലേ 11 കുട്ടികൾ. അത് ഒരു വീട്ടിലെ 2 കുട്ടികളടക്കമാണ് വരുന്നത്. 11 കുട്ടികൾ പിന്നെ സ്പോട്ടിൽ ഒരു ദിവസം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത്, ഇത് അറിയാത്തവർക്ക് വേണ്ടി പറയാനാണ്, സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അടിച്ചിട്ട് സ്പോട്ടിൽ മരിച്ചതാണ്. 11 കുട്ടികളായിട്ടാണ് മരിച്ചത്. അവർക്കൊരു ഒരാൾ അവരെ സ്മാരകം പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഒരാൾ സ്ഥലം വിട്ട് കൊടുത്തിരുന്നു. ആ ഒരു സ്ഥലമാണ് എന്താ നമുക്കെന്താ പറയുക, ഒരു നെടുവീർപ്പോടെ നമുക്കിങ്ങനെ ഈ ഒരു സങ്കടത്തോടെ തേങ്ങലോടെ അല്ലാണ്ട് ഓർക്കാനാവില്ല. ഈ നാട്ടുകാർക്ക് ആർക്കായാലും നമുക്കെന്താ പറയുക, ഒരു വിങ്ങലാണ്. എപ്പോൾ ഇതിലോട്ട് പോയാലും നമ്മൾ ഈ സ്പോട്ട് നോക്കാണ്ട് പോകുന്ന ഒരാൾ പോലും ഉണ്ടാവില്ല. കാരണം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അങ്ങനത്തെ നമ്മളെ ആ ദിവസം കരയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് കേട്ടോ ആ സ്മാരകത്തിൻ്റെ. ഇപ്പോൾ ഇവിടെ സ്പോട്ടിൽ 11 ആൾക്കാർ മരിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും അമ്പലത്തിലും കയറി കഴിഞ്ഞ് നേരെ വന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഇപ്പം നമ്മളുള്ളത് പിന്നെ ഒരു പെട്രോൾ പമ്പ്. എന്താ സ്ഥലത്തിൻ്റെ പേര്? പോകുന്നത് ഉരുളിക്കുണ്ട്. അതല്ല, ഈ സ്ഥലത്തിൻ്റെ പെട്രോൾ പമ്പ് പെരുവളത്ത് പറമ്പ് പെട്രോൾ പമ്പിൻ്റെ. പെട്രോൾ പമ്പ് കഴിഞ്ഞ് ഏകദേശം ഒരു 5 മീറ്റർ ഉണ്ടാവില്ല. ആടെ തന്നെ പെട്രോൾ പമ്പ് കഴിയാൻ പാടും താഴോട്ടൊക്കെ റോഡ് കാണും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പെട്രോൾ പമ്പ് കഴിഞ്ഞ് ഇതാ ഈ റോഡിലോട്ട് താഴോട്ടൊക്കെ അങ്ങ് ഇറങ്ങും കേട്ടോ. താഴോട്ടൊക്കെ നേരെ ഇറങ്ങിയിട്ട് അങ്ങ് പോകാണ്ട്. ഇവിടെ ജിലാനി മസ്ജിദ് ആൻഡ് മദ്രസ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് അങ്ങ് താഴോട്ടേക്ക് ഇറങ്ങാൻ വേണ്ട, നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് വിടാം. ഇവിടെ നമ്മൾ എങ്ങനെയല്ലോ എത്തിയെന്ന് വെച്ചാൽ ഈ കുറേ വഴിയിലോട്ട് പോയി ഫുഡ് മേടിച്ചു. നമ്മളെ ഫുഡ് ഇവിടുന്ന് കഴിക്കാന്ന് വെച്ചിട്ട് വനിതാ ഹോട്ടലിൽ നിന്ന് ഒരു ഫുഡ് മേടിച്ച് 2 ഫുഡ് മേടിച്ച്. അപ്പോൾ ഈ ഒരു സംഭവം കണ്ട, ഇതെന്താ ഇതിൻ്റെ പേരെന്ന് നമുക്കറിയില്ല. ഈ ഒരു സംഭവത്തിൻ്റെ തൊട്ടിപ്പുറത്തോട്ടൊരു വഴിയുണ്ട്, അതിലോട്ട് നേരെ അങ്ങ് വിട്ടോളൂ. ഞാൻ ഈ വഴിയെല്ലാം കാണിച്ചെത്തി, നമുക്ക് എന്തായാലും പോവാം. ഇതാണ് ആ സാധനം. അതിൻ്റെ തൊട്ടിപ്പുറത്തോട്ടില്ല വഴിയിലോട്ട്. ഇത് ഫസ്റ്റ് സ്പോട്ടാട്ടോ. ഞാൻ ഇവിടെ തന്നെ 3 എണ്ണം ഉണ്ട് തരല്ലേ പറഞ്ഞിനോ. ഇല്ലേ ഇവിടെ 3 എണ്ണം അല്ലടാ, 2 വെള്ളച്ചാട്ടം, ഒരു ഉരുളിക്കുണ്ടോ. ഇതാ സ്പോട്ട് കണ്ടോ നിങ്ങൾ? സ്പോട്ട് കണ്ടോ? ഇരുട്ടി ഇങ്ങനെ ഇത് കാണുമ്പോൾ കേടി ഓർമ്മ വരുന്നറിയാം. മഞ്ചക്കല്ല് പോയില്ലേ, അതേ സ്ഥലമല്ലേ? ഇതേപോലത്തെ വഴിയിലോട്ടില്ല വേണ്ടേ. ഇതിലോട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വരണം കേട്ടോ. 2 വഴി വരും, ഇടത്തോട്ടുണ്ട് വലത്തോട്ടുണ്ട്. വലത്തോട്ടേക്ക് ചെയ്യാം. വലത്തോട്ട് കീഞ്ഞാ യാ ഹവല ഇത് ചെറിയൊരു സ്ഥലമാട്ടാ, ചെറിയൊരു സ്പോട്ടാണ്. ഇവിടുത്തെ ചെറിയൊരു സ്പോട്ട്. ചെരുപ്പെല്ലാം ഇവിടെ അയച്ചു വെക്കാം. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ വീട്ടിലിരിക്കാൻ തോന്നുന്നു? ആധാരം പണി വെക്കണ്ട, നേരമാ ആധാരം പണി വെക്കൊന്നും വേണ്ട. ഇവിടെ വരാൻ ചെറിയ നമ്മൾ ചെലവാക്കുന്ന ഒരു ചെറിയ പൈസ മതി ഇവിടത്തേക്ക് വരെ. ഇവിടുന്ന് അങ്ങനെ കുളിക്കാനൊന്നും ആവില്ല. ഈടുന്ന് കുളിക്കാനാവില്ല, മുകളിലോട്ട് പോണല്ലേ.
ഇവിടെ അത്ര വലിയ ആഴൊന്നുമില്ല സ്ഥലം. ചെറിയ ഇങ്ങക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ, ചെറിയ ആഴയില്ലു. നമ്മളെന്തായാലും മുകളിലത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോക്കാന്ന്. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് അടുത്ത ഇതെല്ലാം ഭാഗങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ രണ്ടാമത്തെ സ്ഥലത്തേക്കാട്ടാ പോന്നി. രണ്ടാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഇടത്തോട്ട് അല്ല വലത്തോട്ട് താഴത്തേക്ക് ഇല്ല, 2 വഴി വരുന്നുണ്ട്. അവിടുന്ന് വലത്തോട്ടേക്ക് ഇഞ്ഞെടുക്കുന്നത്. ഇപ്പം നമ്മൾ നേരെ ആ വഴി കയറി വന്ന് ഇടത്തോട്ടേക്ക് പോകുന്നുണ്ട്. ഇടത്തോട്ടേക്ക് പോകുന്ന ഇടത്തോട്ടേക്ക് നമ്മളിങ്ങനെ പോകുന്ന ഇത് സൈഡെല്ലാം നല്ല വ്യൂ ആട്ടാ. ഇതാ ഇങ്ങനെ നടന്ന് വരുന്നു. ഫുഡ് കഴിച്ചിട്ടൊന്നും പറയാനാന്നില്ല. ഇതാ ഓ ആടെ നോക്ക്, ഇങ്ങനെ വെള്ളം വന്ന് വീണ്. ഇതണ്ട നിങ്ങള് ഇതണ്ടാ. ഓഹോ ഇവിടെ താഴത്തേക്ക് പോവാ. ഓ എത്തി ആടെ കീയാ പോലും. ഞാൻ വിചാരിച്ച ആടെ നിന്ന് കീയാനാവില്ല വെച്ചിട്ട് എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതാ ഇതിലൂട്ട് കീയാട്ടാ, സൈഡിലൂട്ട് ഇങ്ങനെ കീഞ്ഞ് വരാം. ഇങ്ങനെ കയറിയിട്ട് നേരത്തെ നമ്മൾ അങ്ങന്ന് വരുന്ന വഴിയാട്ടാ ഇത്. അങ്ങന്ന് വരുന്ന വഴി ഇത്. ആടെ നിന്ന് നേരെ മോളോട്ടേക്ക് വീടത്തേക്ക് റോഡുണ്ട് കേട്ടോ. അത് ആടെ മുട്ടിച്ചിട്ടുണ്ടോ റോഡ്? വീടത്തേക്കില്ല, റോഡേനു കൊണ്ടിലേക്കില്ലേ. നമ്മളിങ്ങനെ ജസ്റ്റ് കയറി പോകുന്നുണ്ട്. ആടെ നേരല്ലോ പിന്നെ മാറ്റുന്നുണ്ട്, കുളിച്ച് കഴിഞ്ഞിട്ട് മാറ്റുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വീഡിയോ ഷട്ടാക്കാം. നേരെ വന്നിട്ട് നമ്മളിങ്ങനെ താഴെ വലത്തോട്ടേക്ക് കയറില്ല കേട്ടോ. വാഹാ ഫൈനലി ഞങ്ങൾ റീച്ച്ഡ് ഗൈസ്, റീച്ച്ഡ്, വി ആർ റീച്ച്ഡ്. എന്ത് ചെയ്യാനാണ് ഭായേ. ഇവിടെ അന്നൊന്ന് പിടിച്ച ഓഹോ ശരിക്കും നമ്മൾ താഴ്ത്തുന്നില്ലെന്നും കേട്ടോ. അത് പറയണ്ടേ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ വീട്ടിലിരിക്കാൻ തോന്നുന്നു ഗൈസ്? ഒരു വണ്ടി എടുത്ത് വാ ഗൈസ്. ഇത് സംഭവം കുറച്ച് ഓവറാന്നറിയാം, പക്ഷെ ഇത് കണ്ടാൽ ഈ ബുൾജറ്റിനൊക്കെ നമുക്ക് അങ്ങനെ പറയാനാവൂല. എന്നാൽ നമ്മളെ രീതിയിൽ നമ്മൾ പറഞ്ഞു കേട്ടാ. കണ്ടാ ഫുള്ള് സ്പോട്ടാണ്. നിങ്ങൾ ഇങ്ങനെ ഒലിച്ചു വരുന്നു. മോളുന്നേ ഇല്ല ഈ കുണ്ടടി മറ്റേ നല്ല ആളും. ഇതാ ഈ കുണ്ട്, ഈ ഉരുളിക്കുണ്ട് ഇതാന്ന് കേട്ടാ. എനക്കറിയാലേനു. ഞാൻ വെച്ച് വലിയ എന്തോ കിണർ പോലത്തെ സ്ഥലമാണ്. മോളിന്ന് താഴത്തേക്ക് തുള്ളണോ ഇവൻ എന്നോട്. ഇപ്പൊ ഞാൻ എൻ്റെ ചെരുപ്പ് എടുക്കാൻ പറഞ്ഞിട്ടില്ല. സംഭവം എന്താ വെച്ചാൽ മുകളിൽ തന്നെ സ്ഥലം ഉണ്ട് പോലും. ആ സ്ഥലം കാണാൻ നമ്മൾ നേരത്തെ ഉരുളിക്കുണ്ട് എന്ന് പറഞ്ഞാൽ കയറെല്ലാം കെട്ടി എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഇല്ല കേട്ടോ. നമ്മൾ കുളിക്കണം എന്ന് പറഞ്ഞാൽ ആടുന്ന് മുകളിലോട്ടേക്ക് ഒന്ന് പോയി നോക്കട്ടെ. മുകളിലോട്ടേക്ക് എന്തെല്ലോ കാണാനുണ്ട് എന്നാണ് ഇപ്പം പറഞ്ഞത്. അപ്പോൾ നമുക്കതിന് മുകളിലെത്തിയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇതെല്ലാം ഫാമിലി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വീഡിയോ കട്ടാക്കിയത്. ഇതാ ഇതിലൂട്ട് ഇങ്ങനെ കയറിയെല്ലാം പോകണം കേട്ടോ. നല്ല സ്ഥലമാണ്. എന്താ പിന്നെന്താ പറയാനില്ലത്? ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് ഇത് വരുമോ. ഇത് നമ്മളെ നാട്ടിലാന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനം. എന്നാ സംഭവം എന്ന് വെച്ചാൽ അത്രക്ക് വലിയ സ്ഥലമാണ്. വലിയ സ്ഥലം എന്നല്ല വെച്ചാൽ അത്രക്ക് വലിയ ഫുള്ള് വെള്ളച്ചാട്ടം. ഇങ്ങനെ കുറേ കാണാനുണ്ട്, ഇങ്ങനെ നടന്ന് കാണാനുണ്ട്. ഓഹോ കാണിച്ചേരെ കാണിച്ചേരെ. ഇതാ ഇതാ ഓ ഇതെന്റെ ഭഗവാനേ. നമ്മളെ ഡ്രസ്സെല്ലാം മാറ്റി ഇവിടെ കുളിക്കാൻ വേണ്ടിട്ട് ഇത് കണ്ടാൽ തന്നെ ആരായാലും തുള്ളിപ്പോവും. അങ്ങനത്തെ ഒരു സ്ഥലം, അങ്ങനത്തെ ഒരു സ്ഥലം. ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിയാലോ കേട്ടോ നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. അപ്പോൾ ഇത് എനക്കും അറിയാലോ. ഉരുളിക്കുണ്ട് തന്നെ ഇത്ര കിട്ടുന്ന സ്ഥലമാണെന്ന് എനക്കറിയാലോ. ഇവൻ പറഞ്ഞേടാ ഉരുളിക്കുണ്ട് എനക്കിങ്ങനെ ഫുള്ള് ശീതം പിടിക്കുന്നു. ഫുള്ള് എന്താ രോമങ്ങളിൽ എണീറ്റ് നിൽക്കുമെന്ന് അറിയില്ല. അതേപോലെ ഇപ്പോൾ അവസ്ഥ എൻ്റെ എന്നെല്ലാം വെച്ചാൽ അത്രയ്ക്ക് കിട്ടുന്ന സ്ഥലം. പിന്നെ എൻ്റെ ഒരു ചങ്ങായി സോളോ ഷാർക്കി ചമല. ഇപ്പോൾ അധികം വീഡിയോയിൽ ഞാൻ മനസ്സിലായില്ല. ഓൻ ഇവിടെ വന്നിട്ടുണ്ട് ഇതിന് മുമ്പിൽ. അപ്പോൾ ഓൻ നിന്നൊരു സ്ഥലം ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഓൻ എവിടെ നിന്നാണ് കുളിച്ചത്. ഇതായിരിക്കും മിക്കവാറും. ഇത് തന്നെയായിരിക്കും ഇവിടെ. അല്ല അതൊന്നും കാണാത്തെ തന്നെ ആയിരിക്കും കേട്ടാ. ഈ സ്ഥലത്ത് തന്നെ ഇതിൻ്റെ മുകളിലുണ്ടോടാ. ഇതിൻ്റെ മുകളിൽ പോകാനാവില്ലല്ലോ. ഇതാ ഇതിൻ്റെ ഇത്ര തന്നെ കണ്ടിട്ട് തന്നെ തലറങ്ങി വീഴാനായി.
അത്രയ്ക്ക് വീട്ടിലെ സ്ഥലമാട്ടാ. എന്തായാലും ഇറങ്ങട്ടെ, ഞാൻ ഒന്ന് ഇറങ്ങട്ടെ. അപ്പൊ അമ്മൂട്ടന് ഇറങ്ങാൻ പോവുകയാണ്. വീടിന്ന് ഇറങ്ങുമ്പോ ചെറിയ ഇങ്ങനെ സൂക്ഷിക്കണം കേട്ടാ. അങ്ങനത്തെ ഒരു സ്ഥലം. നീന്തറിയില്ല എന്നാ കീഞ്ഞോ. ആയില്ല. എന്റെ വോയിസ് ക്ലിയർ ആവുമെന്ന് അറിയാല. ഇതാ സ്ഥലം കണ്ട, ആടെ ബഹുന്നുണ്ടേ. ചവിട്ടിട്ട് ഇതാ ഈ ഒരു സ്ഥലം കണ്ട. ഈ ഒരു സ്ഥലം ആടെ ഫോഴ്സ് നിലം വെച്ചാൽ മരണ ഫോഴ്സാ. പകുതിക്കെത്തുമ്പോഴത്തേക്കന്നെ അങ്ങോട്ടേക്ക് പോകാനാവില്ല. അത് നമ്മളെ തള്ളിയിട്ട് ഇങ്ങോട്ടേക്ക് വരും. അങ്ങനത്തെ ഒരു സ്ഥലം. അങ്ങനത്തെ സ്ഥലം നിലം വെച്ചാല് അങ്ങനത്തെ കിടുക്കാച്ച് ഇതാ വീടാ. ആടെ മരണ പവറാട്ടാ. ഞാൻ ഓണം എല്ലാം നൈസായിട്ട് ഈ സൈഡിൽ പോയെ. വീട് അത്ര വലിയ പവറൊന്നുമില്ല, എന്നാലും മോളിൽ നിന്ന് വീഴുന്ന ആ ഒരു ശക്തി ഇല്ലേ, വെള്ളത്തിന്റെ ആ ഒരു ശക്തി ഉണ്ട് എന്തായാലും. ആടൊക്കെ ഉണ്ടാകും. കുറേ സ്ഥലം ഇങ്ങനെ കൂടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഡസം പോലെ ഇങ്ങനെ വീഴുന്നു. വീടുകളെ ചെറുങ്ങനെ വീഴുന്ന ആടൊക്കെ ഉണ്ടാവും. ഒപ്പരം വീഴുന്ന ഒരു സ്ഥലത്ത് നിന്ന്. അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട്. നിജിലെന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നിജില നീ ആടെ പോകൂലേ? നിജിലാത്ത ആടെ പോകുന്ന പറഞ്ഞേ. ചലഞ്ച് ആടെ പോകാനാവില്ല. അപ്പുറത്ത് തെറിച്ചിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരും. അങ്ങനത്തെ ഒരു സ്ഥലം. നല്ല വെയിലാട്ടെ ഇപ്പോൾ. വീഡിയോ നമ്മൾ തൽക്കാലത്തേക്ക് നിർത്തല, ഷൂട്ട്. നല്ല വെയിലുണ്ട്. വിഷ്വലൊന്നും ക്ലിയർ അല്ല, അതുകൊണ്ടാ നിർത്തുന്നത്. ഓക്കെ, ജീവിതത്തിൻ്റെ ഓരോ അവസരങ്ങൾ ആസ്വദിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും ആസ്വദിക്കണം. അതേപോലത്തെ അവസ്ഥയാട്ടെ ഇപ്പോൾ ഇല്ലേ. എല്ലാ സ്ഥലം കാണുമ്പോൾ ആടെ പോയാലോ ആടെ പോയാലോ എന്ന് തോന്നും. ഒരേ പ്ലേസിൽ തന്നെ ആയതുകൊണ്ട് പോകുന്നതിന് വേറെ ചിലവൊന്നും വരില്ല. നമ്മളെ വീടിന്ന് ഇങ്ങനെ കണ്ട് ഇനിയെപ്പോഴും മറ്റേ ഒരു സ്ഥലമില്ലേ, നമ്മൾ നേരത്തെ ഞാൻ പോയിട്ട് തിരിച്ചു വന്നത് നല്ല ഫോസിൽ വീണെന്ന് പറഞ്ഞാൽ ആടെ ഒന്ന് പോകണമെന്ന് ഇതിൽ വല്ലാത്ത ആഗ്രഹം. ഞാൻ പറഞ്ഞു എന്താ ആയിക്കോട്ടെ, ഓക്കെ പോവാം. കാലിന് മുള്ളു തറിച്ചു ഗായ്സ്, മുള്ളു തറിച്ചു. കേറി പോന്നതിലൂട്ടാ അടിച്ചും പോകുന്നുണ്ട്. കുരങ്ങൻ അങ്ങാട്ടാ തോന്നുന്നത്. അതാ കളി കണ്ട, ശരിയായ കുരങ്ങൻ തന്നെ. നമുക്ക് ഇതിലൂട്ട് പോവാം. ഇതിലൂട്ട് തന്നെ പോവും. എന്തു പറയാനാ മൂടേഷ്.
എന്താണെന്ന സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ട് ഞാനിങ്ങനെ കുനിയുമ്പോൾ ഇങ്ങനെ വരുന്ന ആ ഒരു പോസിൽ ഇങ്ങനെ മണങ്ങിപ്പോകുന്നത് കേട്ടോ. വെയിലടിക്കുന്നുണ്ട്. പിന്നെ നിജിലെ ഒന്നും പറ്റുന്നില്ല. അപ്പം അങ്ങോട്ട് പോകാൻ പകുതിക്ക് വരെ പോകുന്നില്ല. ചെക്കന് പേടി, ഒന്നും നടക്കുന്നില്ല. പിന്നെ നമ്മളെന്തായാലും താഴെ ഒരു സ്ഥലം കൊണ്ട് തരില്ലേ, അടുത്തേക്ക് നടന്നു പോക്കാൻ. എൻ്റെ ആടെ പോയിട്ട് കുളിക്കണം, സെറ്റാക്കണം, പവറാക്കണം. നല്ല ലെങ്ത് ഉണ്ടാവുന്നൊന്നും വീഡിയോ, കാരണം ഇതെല്ലാം നമ്മൾ ഓരോ സ്ഥലത്ത് പോകുന്നു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചില്ല. അതുകൊണ്ട് നല്ല ലെങ്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ താഴത്തെ സ്ഥലത്ത് എത്തിയിട്ട് കേട്ടോ. ഇല്ലേ, താഴെ നമ്മൾ കുളിക്കണം എന്ന് പറഞ്ഞില്ലേ നേരത്തെ, ആ സ്ഥലത്ത്. ആടെ ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരനുണ്ട്, നാട്ടുകാരായ രണ്ടാൾക്കാരുണ്ട്. അവർ പറഞ്ഞത് 1.5 ആളെ ആഴമുണ്ട് എന്നാണ്. നമുക്കെന്തായാലും നോക്കാം. പിന്നെന്താണ് പറയാനുള്ളത്, കുളിക്കൽ തന്നെ. നല്ല ആഴുണ്ട്. ഇവിടെ ഇത്രയല്ലോ.
കുളിയെല്ലാം കഴിഞ്ഞ് പകുതിക്ക് നോക്കുമ്പോൾ വിഷ്വൽസ് കട്ടായിട്ടുണ്ടാവും. അത് ഇടുന്ന കട്ടായ നമുക്ക് ഓർമ്മയില്ല. നമ്മൾ ലാസ്റ്റ് നോക്കുമ്പോൾ കാണാം പിന്നെ വീഡിയോ പോസ് ആയിട്ട് നോക്കുമ്പോൾ സ്റ്റോറേജ് ഫുള്ളായിട്ട് പിന്നെ വീഡിയോ സ്റ്റക്കായ ഇത് ഇതായിപ്പോയി, സ്റ്റോപ്പായി. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ പിന്നെ അപ്പോൾ ഇവിടെ വന്ന് വരുന്ന വഴിക്ക് കുറേ പിന്നെ ഇതിന് മുമ്പിലെടുത്ത വീഡിയോസ് പിന്നെ ഓരോ വീഡിയോസും ഇങ്ങനെ വാട്സപ്പ് വീഡിയോസ് അങ്ങനത്തെ എല്ലാം ഡിലീറ്റ് ആയി കഴിഞ്ഞ്. പിന്നെന്താണ് പറയാനുള്ളത്, കിട്ടില്ല എക്സ്പീരിയൻസ് കിട്ടില്ല. മോളിൽ നിന്ന് കുളിച്ചതിനെ കാണോ എക്സ്പീരിയൻസ്. മോളിൽ നിന്ന് കുളിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് നമുക്ക് അങ്ങനെ പോകാനായിട്ടില്ല. അത് അവിടുത്തെ അത്ര ഫോഴ്സിൽ വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ടില്ല. ഇവിടെ പിന്നെ കുഴപ്പമില്ല, അങ്ങോട്ട് പോകുന്നു തുള്ളുന്ന് വരുന്ന് നല്ല കിടുക്കാച്ചി വൈബേന്, കിടുക്കാച്ചി വൈബ്. പിന്നെന്താണ് എടാ എനിക്കെന്തെങ്കിലും പറയണ്ടേ ഇന്നത്തെ എക്സ്പീരിയൻസ്? പറ ഓൻ എന്ത് പറഞ്ഞാലോ എന്ത് പറയാനാ മൂടേഷ് ആ ഒരു ഇത് കേട്ടോ. എന്നാലും അത് അങ്ങനെ തന്നെ സംഭവം. നമുക്ക് നമ്മളെ കണ്ണൂർ ജില്ലയിലൊരു കിടിലൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ന് തൊട്ട് ഞാൻ പറയൂ ഇതാണ്. കാരണം അങ്ങനെ വലിയ ചിലവില്ല, നല്ല 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 വെള്ളച്ചാട്ടമാണ്. അതായത് 3 സ്പോട്ട്, ഏറ്റവും താഴെ ഫസ്റ്റ് പോയത്, പിന്നെ സാധാരണ ഒരു വെള്ളച്ചാട്ടം നമുക്ക് ജസ്റ്റ് ചെയ്യാനോ കുളിക്കാനൊന്നും പോലെ. അതിൻ്റെ മുകളിലോട്ട് പിന്നെ 2 സ്ഥലം കിടുക്കാച്ച് വൈബ്. അതിൽ നടുക്കത്തിലാണ് വലിയ നല്ല ആഴമില്ല. ഞാൻ മുങ്ങുന്ന നിങ്ങളുടെ വീഡിയോസിൽ അത് കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു, അതെല്ലാം കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കിടുക്കാച്ച് സംഭവം. നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഫോൺ വെച്ചിട്ടായിരുന്നില്ലേ. അപ്പോൾ ഇതാ ഒരു നമ്മളെ ചങ്ങായി ഉണ്ട് ഇവിടെ വന്നിട്ട്, ചങ്ങായി ഇടുന്ന വരിപ്പെട്ട് എന്നൊക്കെ പറയാണ്ട് എനിക്ക്. നിങ്ങൾ ഇടുന്ന കുറേ മറ്റേ ഇതെല്ലാം മാങ്ങയെല്ലാം വെക്കുന്നത്, ഇവർ ഇടുന്ന ആടുന്നൊരു മാങ്ങ ഇതെല്ലാം വെക്കുന്നുണ്ട് കേട്ടോ, മാങ്ങ അങ്ങനത്തെ സംഭവങ്ങളിലോ. പിന്നെ ഇവിടെ എങ്ങനെയാ എല്ലാ കുറേ ആൾ വരുത്തുന്നുണ്ട് ദിവസം വരുത്തുന്നുണ്ട്, പുറത്തുനിന്നുള്ള ആൾ വരുത്തുന്നുണ്ട്. ഒന്നുമില്ലടാ, ചെറിയൊരു ചാനലാണ് അമ്മൂട്ടൻ വ്ളോഗ്സ്. അതെല്ലാം എടുക്കാ ചങ്ങ അവർ യൂട്യൂബിലും ഉണ്ടാവും. ഇവര് നമ്മളെ 2-3 എന്തൊക്കെ മേടിക്കട്ടെ ഇവരുടെ അടുത്തുനിന്ന്. നിങ്ങളടിക്കൂ നിങ്ങൾ ഇതെടുക്കറാ. അവരെ ഡെയിലി വന്ന് പോയപ്പാക്കൂ. ഇവിടെ വന്നാൽ ഇവരിങ്ങനെ പറയല്ല, നമ്മൾ വരുമ്പോൾ ഇവരില്ല. അപ്പോൾ എന്നാൽ നിങ്ങൾ അന്നേരം ഇവിടെ കണ്ടിട്ടില്ലെന്ന് ചോദിച്ചു. അവിടെ പറഞ്ഞ് ഏതല്ലോ ഇവിടുത്തെ വലിയ എത്ര വയസ്സുണ്ടോ ഏകദേശം 15 വയസ്സില്ല പിള്ളേർ, ഈ കുഞ്ഞു മക്കൾ ഇതാ ഇവരെ കണ്ടാൽ തന്നെ അടിക്കാൻ തോന്നുന്നു. അവർക്ക് വന്ന് അടിച്ചിട്ട് പിന്നെ ഇവരുടെ അടുത്തുനിന്ന് ഈ നാട്ടിൽ ഇവൻ ഈ നാട്ടുകാരനോണ്ട് എന്തെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വന്ന് അടിച്ചിട്ട് ഓരോ സാധനങ്ങൾ ഫ്രീ ആയിട്ട് മുടിപ്പിച്ചിട്ട് മുടിപ്പിച്ച് എന്ത് ഇതാക്കാനാണ് പാവ കുട്ടികൾ. അവരൊരു ദിവസത്തെ ചെറിയ ഇപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ നിന്ന് എന്നിട്ട് പോയി ഫുഡ് കഴിച്ച് വന്ന് പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് വൈകുന്നേരം വരെ നിന്ന് അങ്ങനെ അത് കഷ്ടപ്പാട് തന്നെയല്ലേ. ഈ ഒരു പ്രായത്തിൽ ഇവരിങ്ങനെ ഇതാക്കുമ്പോൾ അത് കഷ്ടപ്പാട് തന്നെയല്ല. അവർക്കൊരു ചെറിയൊരു പോക്കറ്റ് മണി, അവർക്കെന്നാൽ വേറെ സ്ഥലത്ത് പോയിട്ട് ഒരു മുട്ടായി മേടിക്കുന്നത്. എല്ലാവരും പൈസ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതേപോലെ അവരും പൈസ ഉണ്ടാക്കുന്നത്. നല്ലൊരു ഡയലോഗ്. അപ്പോൾ എന്നിട്ട് അതിൽ നിന്ന് വന്നിട്ട് കൈയിട്ടുമായിരുന്നു. അത് 10-15 വയസ്സിൽ ഈ കുഞ്ഞു മക്കളെ അടിക്കുന്ന കേട്ടോ. നിങ്ങൾ ആലോചിക്കണം, 10-15 വയസ്സിലെ പിള്ളേർ ഈ കുഞ്ഞു മക്കളെ വന്നിട്ട് നിങ്ങളത് കൊടുത്തില്ലെങ്കിൽ എന്താ ചെയ്യുക? അടിക്കൂ. കൊടുത്തില്ലെങ്കിൽ അടിക്കുമ്പോൾ അവസ്ഥ നോക്കണം. ഏതെല്ലോ അവരാ വരുന്നവരാ. നമ്മളെന്തൊക്കെ മേടിക്കട്ടെ ഇവരുടെ അടുത്ത്. കിടുക്കാച്ച സാധനം കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പിന്നെ കർമോസ്. ഇവർ നിങ്ങളെന്നാ കപ്പളങ്ങയാ കപ്പക്കായ നട്ടെ ഇവർ പറയാ. നമ്മൾ കർമോസ് കപ്പക്കായ് ഞാൻ ആദ്യമായിട്ട് വെക്കുന്നു. ഇവനാ പറഞ്ഞ കർമോസാന്ന്. അങ്ങനെ ഒന്നും ചെയ്യാറ് കേട്ടോ. ആരായാലും ഇപ്പം നമ്മൾ ഒരു 10 റുപ്യേൻ്റെ ഒരു സാധനം മേടിച്ചിട്ട് അത് വിൽക്കാൻ വേണ്ടി കൊണ്ടുവച്ചാൽ അതിൽ നിന്ന് ഊറ്റി കൊണ്ടുവന്നവരെന്ന് നമ്മൾ പറയണ്ടേ. അത് കുഞ്ഞു മക്കളെടുത്തുനിന്ന് ഒന്നും അവരൊന്നും പറയാനില്ല, അടിച്ച് ചള്ളിയിരിക്കില്ല. ഇപ്പം വേറെ ടീം തന്നെയാണ്. ഇപ്പം നമ്മൾ ആദ്യം ചോദിച്ചു, ഇവൻ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് കിട്ടിയെന്ന് പറയണ ഇവൻ തന്നെ ആ വരുന്നവരാണോ അത്. കാരണം അടിക്കാൻ ഇവന് സീനൊന്നും ഇല്ല കേട്ടാ. ഇവനെടുത്ത ഗുണ്ടയാണ്. അനക്കിടെ പകുതി ആളെ അറിയാം, കാരണം എൻ്റെ അമ്മേൻ്റെ വീടായതുകൊണ്ട്. അല്ല, ഇവര് ഫുള്ള് ടീമുണ്ട് പോലും ഇവിടെ ഇവന്. പിന്നെന്താണ് പറയാനില്ലേ, ഇന്ന് കിടുക്കാച്ചി വ്ളോഗാണ്. കിടുക്കാച്ചി എന്ന് വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മെയിൻ എപ്പോൾ പറയുന്ന പോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ആദ്യം എൻ്റെ വീഡിയോസ് ഫുള്ള് ഷെയ്ക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു വീഡിയോ ഇറക്കുമ്പോൾ. ആ സമയത്ത്
ഷെയ്ക്കിങ് ഉണ്ടെന്ന് എൻ്റെ കുറേ ചങ്ങായിമാരെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഷെയ്ക്കിങ് ഇല്ല എന്നല്ല, എന്നാലും ഷെയ്ക്കിങ് കുറവുണ്ട്, ആദ്യത്തെ തന്നെ അത്ര ഇല്ലല്ലോ ആ ഒരു സംഭവം. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പിന്നെ ലെങ്ത്ത് കുറക്കുന്നത്. അപ്പോൾ ഞാൻ പരമാവധി ലെങ്ത്ത് കുറക്കുന്നുണ്ട്. എന്നാലും പിന്നെ നമുക്ക് ഇടേണ്ട കാര്യങ്ങളെല്ലാം ഇടണ്ടേ. പിന്നെ പാർട്ട് 2 ആയിട്ട് ഇടാനാണെങ്കിൽ അത്ര ലെങ്ത്ത് ഉണ്ടാവില്ല. ആ ഒരു കാരണത്താണ് എന്നിട്ട് അത്ര ഏകദേശം ലെങ്ത്ത് വരുന്നത്. പിന്നെ ഇതേ പറയാനല്ലേ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നാളെ ഒരു കിടുക്കാച്ച് വീഡിയോസ് വരുന്നുണ്ട്. ഇന്നത്തെ ഇൻട്രോനെ കുറിച്ച് ഒരു അഭിപ്രായം പറയണേ. ഇന്നത്തെ വലിയ രസമുണ്ട് നമുക്ക് തോന്നുന്നില്ല, എന്തോ ഒച്ചപ്പാടാക്കുന്ന പോലത്തെ ഒരു ഇൻട്രോ ആണ് അല്ലേ? അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയിലും. നാളെ ഒരു കിടുക്കാച്ച് വീഡിയോ, നാളെന്ന് പറഞ്ഞാൽ ഇനിയപ്പോൾ ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എന്തായാലും.